Radio Line News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. വീട്ടിലുള്ള പ്രായമായവരെയും അംഗവൈകല്യം വന്നവരെയും പരിചരിക്കാൻ 4200 പൗണ്ട് കെയർ അലവൻസ്. കുടുംബത്തിലുള്ള രോഗം ബാധിച്ചയാളെയോ അംഗവൈകല്യം സംഭവിച്ചയാളെയോ പ്രായമായവരെയോ പരിപാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എന്നാൽ അത് ചെയ്യുമ്പോൾ നമുക്ക് പതിവ് ജോലികൾക്ക് പോകുവാൻ സാധിക്കാത്ത അവസ്ഥയും വന്നു ചേരും. ഈ സാഹചര്യത്തിൽ UK-യിൽ ഇത്തരം ഉത്തരവാദിത്വം വഹിക്കുന്നവർക്ക് കെയർ അലവൻസ് ലഭ്യമാണ്. എന്നാൽ 500,000-ഓളം കെയർമാർക്കും 4200 പൗണ്ട് വരുന്ന വാർഷിക കെയർ അലവൻസ് കൈപ്പറ്റുന്നില്ലെന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കെയർ ഡ്യൂട്ടിക്ക് പുറമെ ജോലി ചെയ്ത് നേടാൻ കഴിയുന്ന തുക സംബന്ധിച്ച് കർശനമായ പരിധികൾ ഉള്ളതാണ് ബെനിഫിറ്റ് നേടുന്നതിൽ നിന്നും ശമ്പളം വാങ്ങാത്ത കെയർമാരെ പിന്തിരിപ്പിക്കുന്നതെന്നാണ് ക്യാമ്പയിനർമാർ ചൂണ്ടിക്കാട്ടുന്നത്. നിയമം ലംഘിക്കുന്നവർക്ക് ഗുരുതരമായ പെനാൽറ്റിയും ഈടാക്കുന്നത് തിരിച്ചടിയാണ്. കെയർ അലവൻസിനെ വരുമാന പരിധി സംബന്ധിച്ച് ചെറിയ ലംഘനം പോലും നടത്തുന്നത് വലിയ കുറ്റമായി കാണുന്നത് പ്രശ്നമാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ആഴ്ചയിൽ 35 മണിക്കൂർ ദൈർഘ്യമുള്ള കെയർ നൽകിയാൽ 151 പൗണ്ട് വീതമാണ് അൺപെയ്ഡ് കെയർമാർക്ക് ലഭിക്കുക. വർഷങ്ങൾക്ക് ശേഷം 8 നിന്നും 160 UK-യിൽ തിയേറ്ററുകളുടെ എണ്ണത്തിൽ വൻ വർധന. പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും മുഖ്യവേഷങ്ങളിൽ അഭിനയിച്ച വർഷങ്ങൾക്കു ശേഷം UK-യിൽ 160 തിയേറ്ററുകളിലേക്ക്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രം ഏപ്രിൽ 11 റിലീസ് ദിനത്തിൽ UK-യിലെ 8 തിയേറ്ററുകളിൽ മാത്രമാണ് പ്രദർശിപ്പിച്ചിരുന്നത്. അതേ ദിവസം റിലീസ് ചെയ്ത ഫഹദ് ഫാസിൽ ചിത്രമായ ആവേശം കൂടുതൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തതിനാൽ വർഷങ്ങൾക്കു ശേഷം ഇന്നത്തേക്ക് വ്യാപകമായ പ്രദർശനത്തിന് മാറ്റിയിരുന്നതാണെന്ന് വിതരണക്കാർ അറിയിച്ചു. ഒഡിയോൺ, സിനിവേൾഡ്, VUD, ദി ലൈറ്റ്, ഷോക്കേസ് തുടങ്ങിയ പ്രധാന തിയേറ്ററുകളിൽ ചിത്രം പ്രദർശിപ്പിക്കും. ആഗോളതലത്തിൽ കഴിഞ്ഞ ദിവസം 40 കോടിയോളം രൂപ നേടിയ ചിത്രം വിജയകരമായി പ്രദർശനം തുടരുകയാണ്. ഇന്നു മുതൽ 160-ൽ പരം തിയേറ്ററുകളിൽ പ്രദർശനം നടത്താൻ കഴിയുന്നതിലേറെ സന്തോഷമുണ്ടെന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലെ വിതരണാവകാശം ലഭിച്ച RFC ഫിലിംസ് ഉടമ റൊണാൾഡ് തോണ്ടിക്കൽ പറഞ്ഞു. 1970-കളിലെ സിനിമാ മോഹം, സൗഹൃദം, സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നിവ പറയുന്ന വർഷങ്ങൾക്കു ശേഷം മെറിലാൻഡ് സിനിമാസിന്റെ ബാനറിലാണ് അണിയറ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. UK-യിൽ പുരുഷന്മാർ നൽകുന്ന ആവറേജ് കാർ ഇൻഷുറൻസ് 1001 പൗണ്ട്, സ്ത്രീകൾക്ക് 841 പൗണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടിയത് 43%. 17 വയസ്സുകാർ നൽകുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ 1307 പൗണ്ട് കൂടുതൽ. ബ്രിട്ടനിലെ ശരാശരി കാർ ഇൻഷുറൻസ് തുക 1000 പൗണ്ടോളം എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യയിലുണ്ടായ വർധനവ് 284 പൗണ്ടാണ്. ബ്രിട്ടനിലെ കാർ ഇൻഷുറൻസിന്റെ കാര്യത്തിലുണ്ടായ ഞെട്ടിക്കുന്ന വർധനവ് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ 3 വർഷങ്ങൾക്കുള്ളിൽ ഇതിലുണ്ടായ വർധനവ് 403 പൗണ്ടായിരുന്നുവെന്ന് കൂടി മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷം മാത്രം ശരാശരി കാർ ഇൻഷുറൻസ് തുകയിലുണ്ടായ 43% വർധനവായിരുന്നു. 2023 ആദ്യ പാദത്തിൽ ശരാശരി കാർ ഇൻഷുറൻസ് 657 പൗണ്ടായിരുന്നത് 2024 ആദ്യ പാദത്തിൽ 941 പൗണ്ടായി ഉയർന്നു എന്ന് ഇൻഷുറൻസ് താരതമ്യ സൈറ്റായ Confused.com പറയുന്നു. ജീവിത ചെലവ് വർദ്ധിക്കുന്നതുൾപ്പെടെയുള്ള നിരവധി സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ബ്രിട്ടീഷ് ജനതയ്ക്ക് മറ്റൊരു തിരിച്ചടി കൂടി നൽകുകയാണ് ഇൻഷുറൻസ് പ്രീമിയം വർധനവിലൂടെ കമ്പനികൾ ചെയ്യുന്നത്. കാർ ഉടമകൾ തീർത്തും കുപിതരായിരിക്കുകയാണ് എന്നതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഒരു വനിതാ MP നടത്തിയ പ്രസ്താവന. തന്റെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ പറയുന്നത് ഇൻഷുറൻസ് എന്നത് ഒരു കൊള്ളയായി മാറിയിരിക്കുന്നു എന്നതായിരുന്നു. കഴിഞ്ഞ 2.5 വർഷത്തെ ഏറ്റവും കുറഞ്ഞ പണപ്പെരുപ്പ നിരക്കിലെത്തി ബ്രിട്ടന്റെ സാമ്പത്തിക വ്യവസ്ഥ. പണപ്പെരുപ്പ സൂചികയിൽ ഈ കുറവിന് കാരണം മാംസം ഉൾപ്പെടെയുള്ള ചില ഭക്ഷ്യവസ്തുക്കളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വിലയിലുണ്ടായ ഇടിവാണ്. പന്നിയിറച്ചി, ചോക്ലേറ്റ്, ബിസ്ക്കറ്റുകൾ, ഫർണിച്ചറുകൾ, ക്ലീനിംഗ് സാമഗ്രികൾ എന്നിവയുടെ വിലയാണ് കുറഞ്ഞത്. ചിക്കൻ, ചീസ്, ബ്രെഡ്, പാൽ, പെട്രോൾ, ഡീസൽ എന്നിവയുടെ വിലയിൽ കുറവില്ലെങ്കിലും വില വർധനയുടെ തോത് കുറഞ്ഞു. പണപ്പെരുപ്പ നിരക്ക് കുറഞ്ഞതോടെ പലിശ നിരക്കിലും കുറവുണ്ടാകുമെന്ന് ബ്രിട്ടീഷ് വീടുടമകൾ പ്രതീക്ഷിക്കുന്നു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പലിശ നിരക്ക് ഇപ്പോൾ 5.25%. അടുത്ത റിവ്യൂ മീറ്റിംഗിൽ ഈ നിരക്ക് 0.25%, 0.50% കുറയ്ക്കുവാനുള്ള സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നു. പുതിയ മോർഗേജിലും റീമോർഗേജിനുമായി കാത്തിരിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് ആശ്വാസമുണ്ടാക്കും. ഇനി നാട്ടിലെ വാർത്തകൾ. ശൈലജയ്ക്ക് നേരെ സൈബർ ആക്രമണം. DYFIയുടെ പരാതിയിൽ ഒരാൾ അറസ്റ്റിൽ, പ്രതിയെ ജാമ്യത്തിൽ വിട്ടു. വടകര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അശ്ലീല കമന്റിട്ടതുമായി ബന്ധപ്പെട്ട ഒരാൾ അറസ്റ്റിൽ. തൊട്ടിൽപ്പാലം സ്വദേശി മെബിൻ തോമസിനെയാണ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് ജാമ്യത്തിൽ വിട്ടു. DYFI നൽകിയ പരാതിയിലാണ് ശൈലജയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് മുൻപ് 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയായ പ്രവാസി മലയാളി KM മിൻഹാജിനെതിരെ 2 കേസെടുത്തു. വടകരയിലും മട്ടന്നൂരിലുമാണ് കേസെടുത്തത്. സൽമാൻ വാളൂർ എന്നയാൾക്കെതിരെ പേരാമ്പ്ര പോലീസ് കേസെടുത്തു. ന്യൂ മാഹി സ്വദേശിയായ അസ്ലമിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. വയനാട്ടിൽ മത്സരിക്കുന്നത് അമേഠിയിൽ തോൽക്കുമെന്ന ഭയം മൂലമെന്ന് രാഹുലിനെ വിമർശിച്ച് നഡ്ഡ.
രാഹുൽ ഗാന്ധി അമേഠിയിൽ തോൽക്കുമെന്ന് ഭയന്നാണോ വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ. രാഹുൽ ഗാന്ധി പ്രീണന രാഷ്ട്രീയത്തിന്റെ ആളെന്ന് കുറ്റപ്പെടുത്തിയ നഡ്ഡ വിഭജിച്ച് ഭരിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നും കൂട്ടിച്ചേർത്തു. വയനാട്ടിൽ K. സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജാമ്യത്തിലാണ്. മറ്റു രാജ്യത്തു നിന്നെത്തിയവർക്ക് പൗരത്വം നൽകുന്നതിന് എന്തിനാണ് രാഹുൽ ഗാന്ധി എതിര് നിൽക്കുന്നത്? പോപ്പുലർ ഫ്രണ്ട്, SDPI എന്നിവ രാജ്യദ്രോഹം പ്രവർത്തനം നടത്തുന്ന സംഘടനകളാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ രാജ്യം നിരോധിച്ചതാണ്. ഇവരൊക്കെ പിന്തുണ നൽകുന്നത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമാണ്. ഇവരൊക്കെയുമായി ഒത്തുപോകുന്നതിന് കോൺഗ്രസിനോ CPM-നോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും സീതാറാം യെച്ചൂരിയും ഡി രാജയും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. കേരളത്തിൽ ഗുസ്തിയും ഡൽഹിയിൽ ദോസ്തിയുമാണ്. ആശയപരമായ പാപ്പരത്വമാണ് ഇത് കാണിക്കുന്നത്. അഴിമതിക്കാരുടെ കൂട്ടമാണ് കോൺഗ്രസിനൊപ്പമുള്ളതെന്നും നഡ്ഡ പറഞ്ഞു. തൃശൂർ പൂരം മദ്യക്കടകളും ബാറുകളും കള്ളുഷാപ്പുകളും അടച്ചിടുവാനുള്ള സമയത്തിൽ കുറവ്. തൃശൂർ പൂരം പ്രമാണിച്ച് മദ്യക്കടകൾക്കും ബാറുകൾക്കും കള്ളുഷാപ്പുകൾക്കും അടച്ചിടുവാനുള്ള സമയത്തിൽ കുറവ് വരുത്തി ഹൈക്കോടതി. പൂരം നടക്കുന്ന 19-ന് വെളുപ്പിന് 2 മണി മുതൽ 20 ശനി ഉച്ചയ്ക്ക് 2 മണി വരെ തൃശൂർ താലൂക്കിലെ മദ്യക്കടകളും ഷാപ്പുകളും ബാറുകളും അടച്ചിടാനായിരുന്നു ജില്ലാ കളക്ടറുടെ ഉത്തരവ്. എന്നാൽ അടച്ചിടുന്ന സമയം ശനിയാഴ്ച രാവിലെ 10 മണി വരെയാക്കി ജസ്റ്റിസ് ശോഭ അന്നമ്മയ്യപ്പൻ ഉത്തരവിട്ടു. 2 ദിവസത്തോളം ഇവ അടച്ചിടുന്നത് വലിയ നഷ്ടം വരുത്തിവെക്കുമെന്ന് കാണിച്ച് സുരേഷ് കുമാർ KR എന്നയാൾ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. ലൈസൻസ് ഫീ ഇനത്തിൽ വലിയ തുക ചെലവഴിക്കുന്നവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഇക്കാര്യത്തിൽ പരാതിക്കാർക്ക് ആവശ്യമെങ്കിൽ സർക്കാരിനെ സമീപിക്കുന്നതിന് തടസ്സമില്ല. എന്നാൽ തൃശൂർ പൂരം കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ്. ആയിരക്കണക്കിന് പേരാണ് ഇതിനായി ഒത്തുചേരുന്നത്. ഈ സാഹചര്യത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇനി കായിക വാർത്തകൾ. മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് തിരിച്ചടി. 12 ലക്ഷം രൂപ പിഴ ചുമത്തി BCCI. IPL-ൽ മുംബൈ ഇന്ത്യൻസിന് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്കെതിരെ പിഴ ചുമത്തി BCCI. പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിലെ കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ 12 ലക്ഷം രൂപയാണ് പാണ്ഡ്യ പിഴയായി അടയ്ക്കേണ്ടത്. നിശ്ചിത സമയത്തിനുള്ളിൽ ഓവറുകൾ എറിഞ്ഞു തീർക്കുവാൻ സാധിക്കാതിരുന്നതോടെയാണ് നടപടി. ആദ്യ തവണയായതുകൊണ്ട് തെറ്റിന് 12 ലക്ഷം രൂപ പിഴ ചുമത്തിയെന്ന് BCCI അറിയിച്ചു. പിഴവ് ആവർത്തിച്ചാൽ ശിക്ഷയും കടുക്കും. കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ ഡൽഹി ക്യാപിറ്റൽസ് ക്യാപ്റ്റൻ ഋഷഭ് പന്ത്, രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ എന്നിവർക്കും നേരത്തെ പിഴ ചുമത്തിയിരുന്നു. പഞ്ചാബ് കിങ്സിന്റെ ഹോം ഗ്രൗണ്ടായ മുല്ലർപൂർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് 9 ഓവർ വിജയമാണ് സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത് 192 റൺസ് നേടിയ മുംബൈ ബോളിംഗിൽ വെറും 14 റൺസിനിടെ പഞ്ചാബിന്റെ ആദ്യ 4 വിക്കറ്റുകൾ പിഴുതു. ബോംബെ അനായാസം വിജയം പ്രതീക്ഷിച്ചിരിക്കെ അത്ഭുതകരമായി തിരിച്ചടിച്ച പഞ്ചാബ് ജയത്തിനരികിലെത്തുകയായിരുന്നു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 103.85 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ.